ശിവായ. ഓം നമ ശിവായ. ഓം ശ്രീ ശിവമഹാപുരാണം ഭാഗം 98. ശ്രീ ശിവപാർവതിമാരേ ശരണം. ഓം ഭിക്ഷു അവതാരം ചൊല്ലാം മുനേ ഇനി സ്ത്രീകൾ തൻ സംശയം തീർക്കും ശിവകഥ. സത്യരഥ നൃപൻ വാണു വിദർഭയിൽ ധർമ്മിഷ്ഠൻ ഭക്തൻ ധനികൻ രണപടു. രാജ്യം ഭരിച്ചു സുഖിപ്പിച്ചു പൗരരെ അക്കാലം സാൽവൻ അതിവീരൻ സേനയും വന്നു യുദ്ധം ചെയ്തു ഭീകരം ദാരുണം. ഭാഗ്യദോഷാൽ മൃതനായി നൃപൻ തഥാ ഭാഗ്യദോഷത്താൽ മൃതനായി നൃപൻ തഥാ. ശേഷിച്ചവർ ഓടിപ്പോയപ്പോൾ റാണിയും കൂരിരട്ടത്തു മറഞ്ഞു സുരക്ഷിത. ഗർഭിണി റാണി ശിവഭക്ത കേണുപോയി യാത്രയായി കിഴക്കോട്ട് പതിവ്രത. കാടും തടാകവുമുള്ള സ്ഥലത്തവർ എത്തി വിജനമാം പുണ്യഭുവി ഒരു വൃക്ഷച്ചുവട്ടിൽ പ്രസവിച്ചു ഉണ്ണിയെ ദിവ്യ ശിശു ശുഭലക്ഷണമുള്ളവൻ. ദാഹിക്കവേ അമ്മയെത്തി സരസിലായി അപ്പോൾ മുതല വിഴുങ്ങി മരിച്ചുപോയി. പെറ്റപാടെ ശിശു ഒറ്റയ്ക്കായി കഷ്ടമായി ദാഹം വിശപ്പിവ കൊണ്ടു കരഞ്ഞവൻ. അപ്പോൾ മഹാദേവൻ രക്ഷിച്ചു ബാലനെ ബ്രാഹ്മണ നാരിയെ എത്തിച്ചു നോക്കുവാൻ. ഭിക്ഷയാചിക്കും വിധവയാം സാത്വിക ഒപ്പം ഒരു വയസ്സുള്ളൊരു കുട്ടിയും. ഒറ്റയ്ക്കു കുഞ്ഞിനെ കണ്ടപ്പോൾ സ്തബ്ധയായി പൊക്കിൽ കൊടി മുറിക്കാത്തൊരു കുഞ്ഞിത്. എങ്ങുപോയി മാതാപിതാ എന്ത് ഹേതുവും എങ്ങനെ ഉണ്ടായി ആർക്കു സുതനിവൻ. ജന്മരഹസ്യമറിയാതെടുക്കുവാൻ പാടില്ല പക്ഷേ ദയയുണ്ട് നോക്കണം. ഇങ്ങനെ ചിന്തിച്ചു നിൽക്കവേ ശ്രീ ശിവൻ സന്യാസിയായി വന്നു കാര്യം പറയുവാൻ. ചൊല്ലി ശിവൻ ശങ്ക വേണ്ട ഈ സൽസുതൻ ഏറെ പവിത്രൻ നൃപസുതൻ ബ്രാഹ്മണി. അമ്മയോതി തവ ദർശനം ഭാഗ്യമായി അങ്ങ് ശിവൻ തന്നെ എന്തു ഞാൻ ചെയ്യണം. കുഞ്ഞിനെ നന്നായി വളർത്തണം നിസ്സംശയം എങ്കിലും ആരിവൻ സത്യം കഥിക്കണേ. ഇക്കുഞ്ഞു ശംഭുവിൻ ഭക്തൻ മുജന്മവും കർമ്മദോഷം കൊണ്ട് സങ്കടം വന്നുപോയി. നന്നായി വരുവാൻ അനുഗ്രഹമേകണേ ഞാനുമെത്തിയിഹ അങ്ങയാൽ മോഹിത. ഐശ്വര്യവാനായി വളർത്താൻ തവ കൃപ നൽകേണമേ എനിക്കെല്ലാ സഹായവും. ചൊല്ലി ശിവൻ ഇവൻ സത്യരഥസുതൻ വൈദർഭനാണ് വിധിയാൽ അനാഥനായി. അച്ഛനെ യുദ്ധത്തിൽ സാൽവൻ വധിക്കവേ കാട്ടിലെത്തി അമ്മ പെറ്റു മരിച്ചുപോയി. വെള്ളം കുടിക്കുവാനാറ്റിലിറങ്ങവേ തിന്നു മുതല ആ പാവം തരുണിയെ. ബ്രാഹ്മണി ചോദിച്ചു ശംഭോ നൃപനിഹ ശത്രുവായി സാൽവൻ അതിൻ ഹേതു ചൊല്ലണേ. അമ്മയ്ക്കു ദുർമൃതി വന്നതിൻ കാരണം ജന്മനാൽ ബാലൻ അനാഥനായി വന്നതും എൻ്റെ ദാരിദ്ര്യവും ബാലർ തൻ ഭാവിയും. ചൊല്ലണേ സൗഖ്യം ഇവർക്കു ലഭിക്കണേ. സത്യരഥ പൂർവജന്മം ചൊല്ലി ശിവൻ പാണ്ഡ്യരാജാവായി ഭരണം നടത്തവേ. ഭക്തൻ പ്രദോഷസന്ധ്യയ്ക്കു പൂജിക്കവേ ശബ്ദകോലാഹലം കേട്ടു നിർത്തി വ്രതം. കൊട്ടാരം വിട്ടപ്പോൾ കണ്ടു സ്വബന്ധുവെ കെട്ടിയിട്ട് മന്ത്രി കൊണ്ടുവരുന്നതായി. സാമന്തനാം ബന്ധു ചെയ്ത തെറ്റോതവേ ശിക്ഷിച്ചു കൊന്നു ശിവപൂജ വിട്ടുപോയി. പൂജ കഴിയാതെ ആഹരിച്ചു നൃപൻ പൂർത്തിയാകാതെ ഉറങ്ങി അബദ്ധമായി. പിന്നത്തെ ജന്മം വിദർഭയിൽ രാജനായി ചെയ്തില്ല രുദ്രനു പൂജകൾ വേണ്ട പോൽ. വ്രതഭംഗം വന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതാണ് അവിടെ യാദൃശ്ചികമായിട്ട് വന്ന ഒരു പ്രാരബ്ധം പോലെയാണ് ഈ പ്രദോഷവ്രതത്തിന് ഭംഗം വന്നത്. പിന്നെ അത് മറന്നും പോയി. അപ്പോൾ അത് രണ്ടാമത് പശ്ചാത്തപിച്ച് രണ്ടാമത് ആവർത്തിക്കണം ചെയ്യണം എന്നൊക്കെ അതിൻ്റെ ഒരു നിയമത്തെ പറയാം. ആ ഒരു കഥയാണ് ഇവിടെ പറയണത്. എന്നാൽ പിന്നത്തെ ജന്മം അപ്പോഴും ഈ പൂർവ്വജന്മത്തിൻ്റെ ഈ പാപം കാരണം കൊണ്ട് വേണ്ട പോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പം നമുക്കും ഇതേപോലെ എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കണില്ല? അത് ഈ പൂർവ്വജന്മ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ കലികാലത്ത് ജനിച്ചതും ഈ സംഘദോഷങ്ങളൊക്കെ വരാനുള്ള കാരണം. നമ്മൾ വേണം വിചാരിച്ചിട്ടല്ല, നമ്മളെ ഈ ദുസ്സംഗം ഇങ്ങോട്ട് തേടി വരിക. പല ദോഷങ്ങളായിട്ട് വരികയാണ്. എന്താ ചെയ്യുക?
അപ്പോൾ പൂർവ്വജന്മത്തിൽ സംഭവിച്ചതിൻ്റെ ബാക്കി അനുഭവിക്കാനാണ് ഈ ജന്മം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നത്തെ ജന്മം വിദർഭയിൽ രാജനായി ചെയ്തില്ല രുദ്രനു പൂജകൾ വേണ്ട പോൽ. കൊന്നു രിപുക്കൾ സുഖിക്കുമ്പോൾ രാജനെ അൽപായുവായി മോഹഭംഗവും വന്നുപോയി. തൽപുത്രൻ തന്നെ ഈ ജന്മത്തിലും സുതൻ രുദ്രപൂജ വിഘ്നം കൊണ്ട് അനാഥരായി മുജ്ജന്മം തന്നിൽ വധിച്ചു സപത്നിയെ. ഈ കുഞ്ഞിനമ്മ മഹാപാപിയായവൾ ഇപ്പോൾ മുതല പിടിച്ചു മരിച്ചുപോയി. പുണ്യപാപം തിന്ന് ജന്മങ്ങൾ താണ്ടണം. നിന്റെ മകൻ ദ്വിജൻ മുജ്ജന്മം ഉത്തമൻ. ദാനങ്ങൾ വാങ്ങി കൊടുത്തില്ല ഒന്നുമേ. യാഗാദി ചെയ്തില്ല കുന്നുകൂട്ടി ധനം. ഇപ്പോൾ ദരിദ്രനായി നിൻ സുതനായിവൻ. ഈ വാങ്ങണ പണം മുഴുവൻ അങ്ങനെ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ജന്മത്തിൽ ദരിദ്രനായിട്ട് വരും എന്നാണ് പറയണത്. ദോഷശാന്തിക്കായി ശിവപൂജ ചെയ്യണം. വേണം ഉപനയനാദി സംസ്കാരവും. പൂജകൾ ചെയ്യിച്ച ശുദ്ധി വരുത്തണം. കർമ്മദോഷം തീർന്നാൽ രുദ്രൻ കനിഞ്ഞിരം എന്നോതി രുദ്രൻ പരീക്ഷിച്ചു സാധ്വിയെ. ഉത്തമ ഭക്തയ്ക്കു പ്രത്യക്ഷമായി ശിവൻ. ബ്രാഹ്മണ സ്ത്രീ അപ്പോൾ വീണു നമിച്ചുടൻ. വാഴ്ത്തി സ്തുതിച്ചു അനുഗ്രഹിച്ചു ശിവൻ. രുദ്രൻ മറയവേ രണ്ടു ശിശുക്കളെ കൊണ്ടുപോയി ഏകചക്രയിൽ ബ്രാഹ്മണി. വീട്ടിലെത്തി നന്നായി പോറ്റി ശിശുക്കളെ. ബ്രാഹ്മണ ക്ഷത്രിയ ധർമ്മം പഠിച്ചവർ. ബ്രാഹ്മണരാൽ വിദ്യ നേടിയ കുട്ടികൾ. ചെയ്തു ശിവപൂജ സത്യമറിഞ്ഞവർ. അമ്മ പറഞ്ഞതു കേട്ടു വളർന്നവർ. ശാണ്ഡില്യ ശിഷ്യരായി ഉത്തമ ഭക്തരായി. ഇപ്പം ശാണ്ഡില്യനാണ് ഗുരു. ഒരാൾ ക്ഷത്രിയനായിട്ടും മറ്റാൾ ബ്രാഹ്മണനായിട്ടും വളർന്നു. വിദ്യയും അതേപോലെയാണ് സ്വീകരിച്ചത്. ചെയ്തു പ്രദോഷവ്രതാദികൾ സാത്വികർ. ആചാരമൊപ്പം അനുഷ്ഠാനം കൃത്യമായി. ബ്രാഹ്മണ ബാലൻ ഒരു ദിനം ഏകനായി സ്നാനത്തിനായി ചെന്നു പുണ്യനദി അതിൽ. കണ്ടു ഒഴുകി വരും കലശത്തിനെ. നോക്കിയപ്പോൾ നിധിയാണെന്നറിയവേ. ശംഭുവെ പൂജിച്ചു പങ്കിട്ടെടുത്തവർ. വാണു സുഖമായി ഗൃഹത്തിൽ തപസ്വികൾ. പിന്നെ ഒരു ദിനം കാട്ടിലെത്തി അവർ. ഗന്ധർവകന്യയെ കണ്ടു കുമാരനും. വേട്ടു നൃപൻ നാടുവാണു ശിവേച്ഛയാൽ. രാജമാതാവായി ബ്രാഹ്മണി മാതയും. ധർമ്മഗുപ്തൻ അച്ഛനായി ജനത്തിന്. സ്വർഗരാജ്യം പോലെയായി വിദർഭയും. ഭിക്ഷു അവതാര പുണ്യകഥ ഇത്. കേട്ടാൽ മനോജൻ ഇഹ പര നേടിടും. മാതൃരക്ഷ പുത്രരാജ്യരക്ഷ തഥാ. തീർക്കും വിധി കർമ്മവാസന കൂടിയും. ഏകാഗ്രമാനസനായി വായിക്കുകിൽ. എത്തും ശിവപദം മുക്തരായി സർവരും. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ഉപദേശമാണ്. ഈ മുജ്ജന്മത്തിൽ വരുന്നതായിട്ടുള്ള ഗുണവും ദോഷവും അതാത് ജന്മത്തിൽ അനുഭവിച്ച് തന്നെ തീരണം. ഇപ്പോൾ ഇവിടെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ബ്രാഹ്മണന് അതുപോലെ രാജാവിന് ഒരേപോലെ ഈശ്വരാധീനത്തോട് കൂടിയിട്ട് സുഖമായിട്ട് ജീവിക്കാനും, അതേപോലെ അവർക്ക് സംഘമായിട്ട് വന്ന ഈ മാതൃഭാവം അവർക്ക് സുഖമായിട്ട് ജീവിക്കാനും സാധിച്ചത്. ഇനി മറ്റൊരു കഥ. നന്ദി സനകർക്കു കേൾപ്പിച്ചു സൽക്കഥ. ജന്മമെടുത്തു സുരേശ്വരനായി ശിവൻ. വ്യാഘ്രപാദ സുതൻ ധൗമ്യന്റെ ജ്യേഷ്ഠനായി സിദ്ധൻ. ഉപമന്യു ശുദ്ധൻ മുനിദ്വിജൻ. അമ്മാമൻ്റെ ഒപ്പം വസിച്ചു ദരിദ്രനായി. പാലു കുടിക്കുവാൻ പോലും കൊതിച്ചവൻ. പുഞ്ചവൃത്തി കൊണ്ടു കിട്ടിയ ധാന്യവും പാലാക്കി നൽകി ജനനി കൃതാർത്ഥയായി. ഈ ഉപമന്യു കൃഷ്ണന്റെ ഗുരുവാണ്. ആ ഉപമന്യുവിൻ്റെ ജന്മമാണ് പറയുന്നത്. അമ്മയെ പശുവിൻ പാൽ നൽകണേ കേണവർ. കണ്ണു തുടച്ചമ്മ കിട്ടിയാലേകിടാം. മുജ്ജന്മം ശംഭുവെ പൂജ ചെയ്യായികയാൽ ഈ ജന്മം നമ്മൾ ദരിദ്രരായി പാപികൾ. പാപത്തെ തീർക്കാൻ ശിവപൂജ ചെയ്തവൻ. ചെയ്തു തപസ് വായു മാത്രം ശ്വസിച്ചവൻ. എട്ടിഷ്ടിക മേലെ മണ്ണിൻ പ്രതിമയിൽ. ചെയ്തു ശിവ പാർവതി പൂജ നിത്യവും. പഞ്ചാക്ഷര ജപം ചെയ്തു സദാമുനി. 3 ലോകങ്ങളും പെട്ടു തപിച്ചുപോയി. ദേവകൾ പ്രാർത്ഥിച്ചു ചെന്നു ശിവൻ മുത. ഭക്തി പരീക്ഷിക്കാൻ ബാലൻ അരികിലായി. അപ്പോൾ അവിടെ ഉണ്ണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പട്ടിണി ആയതുകൊണ്ട് ഊണയ്ക്കൊന്നും വേണ്ട. എന്നും ശിവനാമം ജപിച്ചുകൊണ്ട്, എന്നും ശിവപൂജയെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് പൂജ ചെയ്യുക? കിട്ടിയ വിഭവങ്ങളെ കൊണ്ട് പൂജ ചെയ്യുക എന്നുള്ളതാണ്.
ഒരു വേരെ കിട്ടിയുള്ളൂ അതാവാം, ഒരു ഇല കിട്ടിയുള്ളൂ അതാവാം, ഒരു ജല കിട്ടിയുള്ളൂ അതാവാം, പൂവേ കിട്ടിയുള്ളൂ അതാവാം. സമർപ്പണത്തിനാണ് പ്രാധാന്യം. നമ്മുടെ കയ്യിൽ ധാരാളം ധനമുണ്ട്, അപ്പോൾ ഇത് ലുബ്ധ കാണിച്ചാലോ അത് വിപരീതമായിട്ട് ഫലിക്കുകയും ചെയ്യും. ഇല്ല ചിട്ട് പേടിക്കണ്ട. അപ്പോൾ പൂജ തപസ് എന്നുള്ളത് ചെയ്യണേൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയ്ക്കാണ് പ്രാധാന്യം കൂടുക. ഭാവഗ്രാഹി ജനാർദ്ദനായാലും മഹേശ്വരനായാലും മഹാദേവി ആയാലും ഒക്കെ ഒരുപോലെയാണ്. അപ്പോൾ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് സദാസമയത്തും നമശിവായ 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 എന്ന് എപ്പോഴും ജപിക്കും. അങ്ങനെയാണ് ആ ഉപമന്യു ഉണ്ടായിരുന്നത്. അപ്പോൾ വേറൊന്നും വേണ്ട, സദൈവം നമശിവായ മാത്രമേ വേണ്ടൂ. കൂടെ ഈ തപസ്സും കൂടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഫലം കൂടുതലാണ്. അപ്പോൾ ഭക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ വന്നു എന്ന് പറയാണ്. ഇന്ദ്രൻ ശചിയായി ഗൗരി ശിവൻ തഥാ ഐരാവതമായി നന്ദിയും മാമുനി ഭൂതഗണങ്ങൾ സുരരായി ചെന്നവർ ചൊല്ലി ഉപമന്യു എന്തു വേണം ഭരം. മഹാദേവൻ ഇന്ദ്രനായിട്ട് ചെന്നു എന്നാണ്. പാർവതി ശചിദേവിയായി, കാള നന്ദീശ്വരൻ അത് ഐരാവതമായിട്ട് മാറി, എന്നിട്ട് ചെന്നു. അപ്പോൾ ഇന്ദ്രനെയും സ്വർഗമൊന്നും ഈ ഉപമന്യുവിന് വേണ്ട, മഹാദേവൻ്റെ ശിവപദത്തിലേക്ക് എത്തണം എന്നാ മോഹം. അപ്പോൾ ഈ പരീക്ഷ ആ ഉപമന്യു ജയിക്കുക ചെയ്ത്, അതാണ്. അപ്പോൾ ശിവഭക്തി ചോദിച്ചു ബാലനും രുദ്രനെ നിന്ദിച്ചു ഇന്ദ്രനാം ശങ്കരൻ ചൊല്ലി ഉപമന്യു വേണ്ട വരമിനി രുദ്രനെ കണ്ടു ഞാൻ വാങ്ങും വരം ദൃഢം. രുദ്രനെ നിന്ദിച്ച ഇന്ദ്രനെ കൊല്ലുവാൻ ബാലൻ ഉപമന്യു എയ്തു ശരങ്ങളെ വിട്ടു അഘോരാസ്ത്രം നന്ദി പിടിച്ചത് അഗ്നിയുണ്ടാക്കി സ്വയം അതിൽ ചാകുവാൻ. അഗ്നിയെ മൊത്തം വിഴുങ്ങി ശിവൻ തഥാ പ്രത്യക്ഷരായി ശിവ പാർവതി നന്ദിയും ചൊല്ലി ശിവൻ ഉപമന്യു നീ എൻ സുതൻ എന്നോതി ചുംബിച്ചു മൂർധാവിൽ മോക്ഷതൻ. ഉപമന്യു ഭഗവാന്റെ പുത്രനാണ്, അതായത് ശിവതുല്യനാണ്. ആത്മാവായ പുത്ര എന്നുള്ള നിലയ്ക്ക് ശിവതുല്യനായിട്ടാണ് ഉപമന്യു വരിക. ഗൗരി തൻ മാതാവ് ഗൗരി നിൻ മാതാവ് സനക പദവിയും നൽകാം ദധി തേൻ കടൽ പോലെ ക്ഷീരവും ഭക്ഷ്യഭോജ്യാദികൾ നിത്യം സമൃദ്ധമായി കിട്ടും അമരത്വം ഭക്തിയും ജ്ഞാനവും. അപ്പോൾ ശിവൻ അനുഗ്രഹിച്ചേക്കാൾ കൂടുതൽ ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള സുഖങ്ങളെ അനുഭവിക്കാൻ ഈ ഉപമന്യുവിനെ പാർവതി അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് സനകാദി മഹർഷിമാർക്ക് തുല്യനായിട്ടുള്ള മനുഷ്യഭാവന, എന്നിട്ടും അത്രയും കൊടുത്തു എന്നാണ്. അതേപോലെ മറ്റേ തൈര്, തേന്, മറ്റേ പാലും എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ അതൊക്കെ, പിന്നെ ഭക്ഷണം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ അമരത്വം, കൃഷ്ണൻ്റെ ഗുരുവായി. അപ്പോൾ എത്ര കാലമായി? അങ്ങനെ ഭക്തി ജ്ഞാനം എല്ലാം കൊടുത്തു. അങ്ങനെയാണ്. വൈരാഗ്യത്തോട് കൂടിയിട്ടാണ് ഉപമന്യു ജീവിച്ചിരുന്നത് ശിവഭക്തനായിട്ട്. ഭൂതഗണനാഥനായി മമ സമൻ പാശുപദം നേടൂ എന്നും അജയ്യനായി ആലിംഗനം ചെയ്തു അച്ഛനും അമ്മയും നൽകി കുമാര പദവി ഇരുവരും. എന്നും 16 വയസ്സാണ്. അതുകൊണ്ട് വയസ്സ് അതിനേക്കാൾ കൂടുതലില്ല. അതുകൊണ്ടാണ് ശിവതുല്യന. അങ്ങനെയാണ്. തത്പിണ്ഡീഭൂതം അവിനാശി രൂപമായി സാകാരമാം ക്ഷീരസാഗരം ധേനുവേ നൽകി ഉടൻ യോഗസിദ്ധിയും തുഷ്ടിയും ബ്രഹ്മവിദ്യാക്ഷയം ഐശ്വര്യം വൃദ്ധിയും വംശം നശിക്കാതെ നിൽക്കും സ്ഥിരം ഭുവി ഞാനിഹ വാഴാം നിന്റെ രക്ഷകൻ അച്ഛനായി. ഇങ്ങനെ ചൊല്ലി മറഞ്ഞു ശിവൻ ദദാ വീട്ടിലെത്തി ഉപമന്യു കൃതാർത്ഥനായി. അപ്പോൾ ഒരു ബാലനാണേ. ആ ബാലനാണ് ഇങ്ങനെയൊക്കെ വരം നേരിയിട്ട് അവിടെ എത്തിയത്. അപ്പോൾ എന്നും 16 വയസ്സായിട്ട്. കുടുംബം അതേപോലെ തന്നെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ സുഖമാണ്. അമ്മയോടോതി സകല വിവരവും സർവർക്കും ഇഷ്ടനായി വാണു ചിരം മുനി ചൊല്ലി സുരേശ്വര സൽക്കഥ സൗഖ്യദം കാമദം മോക്ഷദം പാപനാശം സദാം. ശ്രീ ശിവാർപ്പണമസ്തു. ഇനി മറ്റൊരു കഥ. പിന്നീടു നന്ദീശ്വരൻ ചൊല്ലി സൽക്കഥ പാർവതി ശംഭുവേ വേട്ട ചരിതവും നർത്തകനായി ജഡീലനായി ശിവൻ വന്നു ദ്വിജയനായി പരീക്ഷിച്ചു ഗൗരിയെ ചൊല്ലി സനകർക്കു കേൾക്കുവാൻ നന്ദിയും മൂകനെ കൊന്ന് കിരാതനായി വന്നതും പാർത്ഥനോടൊത്തൂരണം ചെയ്തു ശങ്കരൻ പാശുപദം നൽകി രക്ഷയ്ക്കായി ആയുധം. കൗരവർ ചൂതു കളിയിൽ ജയിക്കവേ പാണ്ഡവർ പാഞ്ചാലിയൊത്തെത്തി കാട്ടിലായി സൂര്യൻ കൊടുത്തൊരു അക്ഷയ പാത്രവും സാത്വിക ഭാവവും രക്ഷകരായി സ്ഥിരം. കുറേ കഥകൾ പറയാം. പാണ്ഡവ ദ്രോഹത്തെ ചെയ്യാൻ സുയോധനൻ സേവിച്ചു ദുർവാസൗ മാമുനിയെ ചിരം കാട്ടിലയച്ചു മുനിയെ വിനീതനായി പാണ്ഡവ നാശം വരുത്താൻ കുബുദ്ധികൾ
ദ്വൈതവനത്തിൽ വസിക്കുന്ന പാണ്ഡവർ 10,000 ശിഷ്യരൊപ്പം ഋഷിയെയും സ്വീകരിച്ചു കുളിച്ചെത്താൻ പറയവേ പാഞ്ചാലി ഓതി കഴിഞ്ഞു പോയി ഭക്ഷണം. ദുർവാസാവ് വന്നപ്പോഴേ അക്ഷയപാത്രം, സൂര്യൻ കൊടുത്ത അക്ഷയപാത്രം അത് കഴിഞ്ഞു. പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ പാത്രം മോറിയപ്പോൾ സ്ത്രീകൾക്കൊരു കുഴപ്പമുണ്ട്, മുഴുവനെ ശ്രദ്ധിക്കില്ല. അപ്പം അതിൽ പാത്രത്തിൻ്റെ അടച്ചു വെച്ച പാത്രത്തിൻ്റെ ഈ മോറിയ പാത്രത്തിൻ്റെ ഉള്ളിലൊരു ചീരയുടെ ഇല കഷ്ണം ബാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാവരുടെയും വിശപ്പ തീർന്നു. അപ്പം അതിൽ ഈ ദുർവാസാവും 10,000 ശിഷ്യന്മാരും പെട്ടു. അപ്പോൾ പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല, ശിഷ്യന്മാരോടൊത്ത് അവർ പോയി. ദുര്യോധനൻ്റെ ദുരുദ്ദേശം നടന്നില്ല എന്ന് സാരം. മൃത്യു വരിക്കാൻ ഉറച്ചുപോയി പാണ്ഡവർ, കൃഷ്ണനെ ഓർത്തപ്പോൾ പാഞ്ചാലി കേണുപോയി. കൃഷ്ണനെ ഓർത്ത് അപ്പോൾ പാഞ്ചാലി കേണുപോയി. ദ്വാരകാവാസി ഉടനെത്തി ചൊല്ലിപ്പോൽ അക്ഷയ പാത്രം തുറന്നു നോക്കിയിടുവാൻ. മോറിയ പാത്രത്തിൽ ചീരയെ കാണവേ നൽകി അത് കൃഷ്ണൻ ആഹരിച്ചു മുത. ചൊല്ലി അമൃതാഭിധാനമസി ഇതി സംതൃപ്തരാവട്ടെ ജീവികൾ സർവ്വതും. അതാണ് ബ്രാഹ്മണരെ ഊണ് കഴിക്കുമ്പോൾ സത്യന്തവൃത്തേന പരിഷ്യാമി ഭൂർഭുവസ്വരോം എന്ന് അമൃതോപസ്തരണമസി എന്ന് ആദ്യം ഊണ് കഴിക്കുന്നതിൻ്റെ മുന്നേ ആ അന്നത്തെ ശുദ്ധമാക്കിയിട്ടാണ് പരിരക്ഷ ചെയ്തിട്ടാണ് ഊണ് കഴിക്കുക. ഒടുക്കം അമൃതാഭിധാനമസി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വീഴ്ത്തിയിട്ടാണ് അത് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ അവസാനത്തെ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ അമൃതാഭിധാനമസി എന്നുള്ള മന്ത്രം ചൊല്ലിയ ബാക്കിയുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഫലത്തെ കിട്ടുന്ന, ഞാൻ ഊണ് കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് മാറും എന്നർത്ഥം. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. എന്ന കൂട്ടത്തിലാണ് ഭഗവത്വം ഉണ്ടായതുകൊണ്ട് ഭഗവാൻ അത് ഈ അമൃതാഭിധാനമസി പറഞ്ഞിട്ട് വെള്ളം കുടിച്ചു ഈ ചീര തിന്നതിൻ്റെ ശേഷം. അപ്പോൾ അത് ബാക്കി എല്ലാവർക്കും ആ ഫലം കിട്ടി, ഊണ് കഴിച്ച അനുഭൂതി കിട്ടി. അപ്പോൾ നമ്മളങ്ങനെയാണ്, ബ്രാഹ്മണർക്ക് ഊണ് കൊടുത്തിട്ടാണ് മറ്റുള്ളവർ ഊണ് കഴിക്കാവൂ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ ബ്രാഹ്മണർ രണ്ടാമത്തെ വട്ടോ മൂന്നാമത്തെ വട്ടോ അല്ലെങ്കിൽ കൊടുക്കോ അതിനും കുഴപ്പമില്ല. പണ്ടത്തെ കാലം, ആ കാലത്തിൻ്റെ വ്യത്യാസം അത്രയേ ഉള്ളൂ. ശ്രീ മഹാദേവിയെ നമ. ഒക്കെ പാർവതിയുടെയും ശിവൻ്റെയും ലീലകളാണ് ഈ കാര്യങ്ങളൊക്കെ. മാറിയ വിശപ്പ് സകലർക്കും മാമുനെ, ദുർവാസാവോ ശിഷ്യരും തൃപ്തരായി വേണ്ടപ്പോൾ. പാണ്ഡവ സങ്കടം തീർത്തു ഹരി തഥാ ചൊല്ലി ശിവപൂജ ചെയ്യാൻ നിരന്തരം. വ്യാസനുമെത്തി വിധിയോതി ലക്ഷ്യവും ദുഃഖനാശം തരും ഭക്തരായി തീരുകിൽ. രുദ്രന്റെ പ്രീതിയെ നേടൂ സകലരും, കാമതൻ മുക്തിയും നൽകും ഹിതങ്കരൻ. ആദ്യൻ പരംപുമാൻ സജ്ജന രക്ഷകൻ, സൃഷ്ടിസ്ഥിതി ലയ കാരണൻ അവ്യയൻ. പ്രീതനാവാൻ പാർത്ഥൻ ശക്രവിദ്യ സ്വയം, നന്നായി പഠിക്കണം ദേവേന്ദ്രപ്രീതിയും. നേടണം ശങ്കരപ്രീതി വരങ്ങളും, ശ്രേഷ്ഠമന്ത്രം തരാം കേട്ടു പഠിക്കനീ. പാർത്ഥൻ കുളിച്ചെത്തി വാഴ്ത്തി മഹേശനെ, ശക്രവിദ്യ നേടി രുദ്രമന്ത്രങ്ങളും. വ്യാസനോദി ഇന്ദ്രകീലഗിരിയതിൽ ചെന്നു നീ ചെയ്യൂ തപസ് മഹേശനെ. ഗംഗാനദിക്കരെ പാർത്ഥൻ ഭജിക്കവേ പാണ്ഡവർ നിങ്ങൾ ഭജിക്കണം രുദ്രനെ. അപ്പോൾ ഇന്ദ്രനെ കൂടി പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം അർജുനന് ഈ പാശുപതം എന്നുള്ള വ്രതം അല്ലെങ്കിൽ പാശുപതം എന്നുള്ള അസ്ത്രം നേടാനായിട്ട്. അത് മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ശ്രീകൃഷ്ണൻ അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. തപസ് ചെയ്തത് അർജുനനാണ് എങ്കിലും യുദ്ധമൊക്കെ ഉണ്ട്, കിരാതൻ കഥ. കൃഷ്ണനും വ്യാസനും പോകവേ ധർമ്മജൻ ചൊല്ലി വിജയ തപസ് ചെയ്യൂ രുദ്രനെ. മന്ത്രദീക്ഷ നേടി തേജസ്വിയായി നീ, മറ്റാർക്കും ചെയ്യുവാൻ സാധ്യമല്ല ഇത്. പാണ്ഡവ രക്ഷയെ ചെയ്യണം അർജുന എന്നു കേട്ടു പാർത്ഥൻ ചോദിച്ചനുമതി. നേടി അനുവാദം ഒപ്പം അനുഗ്രഹം, പിന്നെ സന്തുഷ്ടനായി ചെന്നു സദ്ഭക്തനായി. ഇന്ദ്രകീലഗിരി ഗംഗാനദിക്കരെ ഏറ്റം മനോഹരം സ്വർഗതുല്യം മഹത്. കണ്ടു അശോകവനിയേക്കാൾ ശോഭിതം, വേഷവും മാറി ഗുരു ചൊന്നപ്പോൾ നരൻ. ഇന്ദ്രിയത്തെ പാർത്ഥൻ കീഴിലാക്കി തഥാ മണ്ണുകൊണ്ട് ശിവലിംഗമുണ്ടാക്കിയും പൂജിച്ചു ധ്യാനിച്ചു 3 നേരം സ്ഥിരം. തേജസ്സുണർന്നു പരന്നു ജഗത്തിതിൽ. ഇന്ദ്രന്റെ ചാരൻ ഭയന്നു ചൊല്ലി ഇത് ഏത് ഋഷി മുനി സൂര്യൻ സുരൻ ഇതി. ദേവകൾ പോലും തപിച്ചതു കാണവേ ഇന്ദ്രൻ സ്വയം ചെന്നു പുത്രനെ കാണുവാൻ. വൃദ്ധനാം വിപ്രന്റെ വേഷത്തിൽ ചെല്ലവേ പൂജിച്ചു ജിഷ്ണു അറിയാതെ ഇന്ദ്രനെ.
ആരങ്ങെവിടെ നിന്നെത്തി ദ്വിജോത്തമ എന്നു കേട്ടു നുണ ചൊല്ലി സുരേന്ദ്രനും മോഹിപ്പിച്ചു ശക്രൻ പക്ഷേ ധനഞ്ജയൻ ശക്രവിദ്യ ചൊല്ലി ശങ്കര ഭക്തനായി തൻ്റെ സുതനെ അനുഗ്രഹിക്കാനുടൻ ഇന്ദ്രനായി ചൊല്ലി ശിവമന്ത്രം പുത്രനായി. പുത്രായി മന്ത്രം ജപിക്കൂ ഭജിക്കൂ നീ രുദ്രം പ്രസാദിക്കും കാവൽ നിൽക്കും ഇവർ. ഏകാഗ്രചിത്തനായി ചെയ്യൂ തപസ് ദൃഢം രാജ്യഭാരം തെറ്റായി ചെയ്യാതിരിക്കണം. ശങ്കരൻ രക്ഷിക്കും സമ്പത്തും നൽകിടും മോക്ഷവും നൽകും നിൻ കാര്യം നടത്തിടും. ഇങ്ങനെ ഇന്ദ്രൻ അനുഗ്രഹിച്ചു നരൻ വീണു നമിച്ചു മറഞ്ഞു സുരപതിയും. അപ്പം അവിടെ ഈ ഇന്ദ്രൻ തന്നെ അച്ഛൻ തന്നെ അർജുനനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ്. പരീക്ഷിച്ചതിൻ്റെ ശേഷം ഈ പാശുപത മന്ത്രം കൊടുത്തുള്ളൂ എന്ന് സാരം. അപ്പം അത്രയും പ്രാധാന്യമുണ്ട്. അതാണ് ധർമ്മദേവൻ്റെ അനുഗ്രഹമാണ് യുധിഷ്ഠിരനിലൂടെ കിട്ടിയത്, വിഷ്ണുവിൻ്റെ അനുഗ്രഹമാണ് കൃഷ്ണനിലൂടെ കിട്ടിയത്. അങ്ങനെ എല്ലാവരിൽ നിന്നും അനുഗ്രഹം കിട്ടിയിട്ടാണ്. മറ്റാർക്കും ഈ തപസ് അങ്ങനെ ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണ് അർജുനൻ അത് ചെയ്തത്. ഇല്ലെങ്കിൽ പാണ്ഡവർക്ക് യുദ്ധം ജയിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ്. ഇനി കിരാതൻ കഥ വീണ്ടും തുടർന്ന് പറയാം. നന്ദീശ്വരൻ സനകാദികൾ കേൾക്കുവാൻ പാർത്ഥ തപസ്സിൻ്റെ നിഷ്ഠയോതി തഥാ ശ്രേഷ്ഠ മുനി സമം ധ്യാനിച്ചു രുദ്രനെ പഞ്ചാക്ഷര ജപം ചെയ്തു തുടർച്ചയായി. ദേവകൾ കാര്യമറിഞ്ഞോ ഭ്രമിച്ചുടൻ രുദ്രനെ കണ്ടു പറഞ്ഞു സ്ഥിതിഗതി. പാർത്ഥ തപസ്സിനാൽ ലോകം തപിച്ചുപോയി ശംഭോ വരം നൽകി നിർത്തിക്കണേ തപം. ഇങ്ങനെ ചൊല്ലി സ്തുതിച്ചപ്പോൾ ശങ്കരൻ ചൊല്ലി വരം നൽകാൻ പോകുന്നു ഞാനുടൻ. ദേവകൾ പോയപ്പോൾ മൂകാസുര ഖലൻ ദുര്യോധനൻ പറഞ്ഞെത്തി ഗിരിയതിൽ. പർവ്വതം കുത്തി മറിച്ചു ശരസമം പാർത്ഥനെ കൊല്ലാൻ കുതിച്ചെത്തി സൂകരം. ഒച്ച കേട്ടപ്പോൾ തുറന്നു മിഴി നരൻ കണ്ടു വധിക്കാൻ വരും പന്നിയൊന്നിനെ. ശത്രു തന്നെ മനക്ഷോഭമുണ്ടാക്കുകിൽ സാത്വികൻ മിത്രം തരും തുഷ്ടി നിശ്ചയം. ഭാവത്താൽ വംശവും ദേഹത്താൽ ഭക്ഷണം വാക്കിനാൽ ജ്ഞാനവും നോട്ടത്താൽ സ്നേഹവും. ദേഹത്തിന് വക്രത രൂപം അവയവം കണ്ണ് മുഖം കാല് അംഗ ചലനവും മർത്യമുഖം ജ്യോതിശാസ്ത്രവും കൈവര സത്യം നിമിത്തശാസ്ത്രം ജ്ഞാനി ചൊല്ലുകിൽ. ഉജ്ജ്വല നേത്രനായ സ്നേഹിത ദർശനം പുത്രനെ കണ്ടാൽ സരസം തദ്ദർശനം. വക്രനേത്രം തഥാ കാമിനി ദർശനം ശത്രുവെ കണ്ടാൽ ചുവക്കും മിഴി ദൃഢം. ശാസ്ത്രത്തെ ചിന്തിച്ചു പാർത്ഥൻ ഗുരുവയും കൊല്ലാൻ വരും ശത്രു ചാവണം നമ്മളാൽ. വില്ലെടുത്തു ശരം വെച്ചു തൊടുക്കുവാൻ അപ്പോഴേക്കും ശിവനെത്തി സൽരക്ഷകൻ. അപ്പോൾ ആരാണ് ശത്രു ആരാണ് മിത്രം നിമിത്ത ശാസ്ത്രം കൊണ്ട് കാണാൻ പറ്റും എന്നാണ്. കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമുക്കൊരാളെ കണ്ടിട്ട് ദേഷ്യം വന്നു വയ്ക്കുക, അത് ശത്രു ഉറപ്പാണ്. കൂട്ടുകാരനാണ്, പക്ഷേ എന്നാലും നമുക്ക് ഈ കൂട്ടുകാരനെ കണ്ടാൽ ശുണ്ഠി വരണമെങ്കിൽ ആ കൂട്ടുകാരൻ നമ്മളെ വഞ്ചിക്കുമെന്നുള്ള അറിഞ്ഞോളണം. അതാണ് നിമിത്ത ശാസ്ത്രം. പിന്നെ സാത്വികനായിട്ടുള്ളൊരു മിത്രം ആണെങ്കിലോ എപ്പോഴും സന്തോഷത്തെ പ്രദാനം ചെയ്യും. നമ്മൾ ദുഃഖിച്ചിരിക്കുക വെച്ചാൽ നമ്മളെ വന്നിട്ട് സന്തോഷിപ്പിക്കും, നിമിത്ത ശാസ്ത്ര. അതേപോലെ ഭാവം എപ്പോഴും സന്തോഷഭാവമാണെങ്കിൽ വംശം നിലനിൽക്കുന്നു മാത്രമല്ല എപ്പോഴും ആ വംശത്തിലുള്ള എല്ലാവരും സന്തോഷിക്കും. അതേപോലെ ഭക്ഷണം സാത്വികമായിട്ട് മിതമായിട്ട് ഭാഗിച്ച് കൊടുത്തത് അർഹതപ്പെട്ടത് ശരീരത്തിന് വേണ്ടത് അങ്ങനെയൊക്കെ കണക്കുണ്ട്. ഫ്രഷ് അങ്ങനെയല്ലേ മിനിമം. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുക വെച്ചാൽ ദേഹം 100 കൊല്ലം നിലനിൽക്കും. വാക്ക് അനുഭവജ്ഞാനം വിജ്ഞാനത്തോട് കൂടിയിട്ടുള്ള ജ്ഞാനമുള്ള ഒരാൾ വാക്ക് പറയുമ്പോൾ അത് വളരെ നല്ല വാക്കായിരിക്കും. ജ്ഞാനത്തെ വാക്ക് കൊണ്ട് അറിയാൻ സാധിക്കും. നോട്ടം കൊണ്ട് സ്നേഹം. ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അയാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ അതോ വെറുക്കുകയാണോ ചെയ്യണത് അതോ അവോയ്ഡ് ചെയ്യുകയാണോ അങ്ങനെ പരീക്ഷിക്കുകയാണോ പലതും നമുക്കറിയാൻ സാധിക്കും. അതേപോലെ ദേഹത്തിൻ്റെ ചില വളവ് തിരിവ് അങ്ങനെ ഉണ്ടല്ലോ, രൂപം, ചില അംഗം അവയവങ്ങൾ ഇങ്ങനെ ഒരു കേട്ടോ, കണ്ണ് മൂക്ക് മുഖം കാല് അംഗചലനം, പിന്നെ മനുഷ്യൻ്റെ മുഖം മൊത്തം. ജ്യോതിശാസ്ത്രങ്ങൾ കൈരേഖ ഉൾപ്പെടെയുള്ള ഈ സകല ലക്ഷണശാസ്ത്രങ്ങളും ഓരോന്നിനും ഇന്നത് എന്നൊക്കെ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ നിമിത്തശാസ്ത്രം അത് അറിയാവുന്ന ഒരാൾക്ക് ആ രീതിയിൽ അതിനെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ആ കാര്യം വിജയിപ്പിക്കാൻ സാധിക്കും. എല്ലാവരും ഈ നിമിത്തശാസ്ത്രം പഠിക്കണം എന്നാണ് പറയുക. അപ്പോൾ കള്ളത്തരം ചെയ്യില്ല, തെറ്റ് ചെയ്യില്ല, വഞ്ചിക്കില്ല,
കലികാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒന്ന് ജ്ഞാനമില്ല, അല്പജ്ഞാനം ഉണ്ടാവും ചെയ്യും. ചതി വഞ്ചന കൂടപ്പറപ്പാ കലികാലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അത് വരാതിരിക്കണമെന്ന് വെച്ചാൽ എന്ത് വേണം? അറിവ് നേടണം. അപ്പോൾ ഈ അറിവുണ്ട് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ എനിക്കൊരു അറിവുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? മറ്റുള്ളവർക്കും അറിവുണ്ടാവും എന്ന് കണക്കാക്കിയിട്ടല്ലേ ഞാൻ പെരുമാറുക. ബുദ്ധിയുള്ളവരെ, ബുദ്ധി ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊന്നും അറിവില്ല എന്നുള്ളത് എനിക്ക് പെരുമാറും. അത് നോക്കണ്ട. ബുദ്ധി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും എന്നെപ്പോലെ അറിവുണ്ടാവും, അല്ലെങ്കിൽ എന്നേക്കാൾ അറിവുണ്ടാവും എന്നാണ് കണക്കാക്കുക. അപ്പോൾ ഈ തെറ്റ് ചെയ്യില്ല, വഞ്ചിക്കില്ല, കളവ് പറയില്ല. ചതിവഞ്ചനയാണല്ലോ ഈ മിത്രങ്ങളിൽ ഏറ്റവും വലിയ കുഴപ്പം. മിത്രമാണ് എന്ന് ഭാവിക്കണം. നമ്മൾ മിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിച്ചിരുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരുമിച്ച് കളിക്കുക, നടക്കുക, മറ്റേ കൂട്ടുകാരായിട്ട് ഒപ്പം സഞ്ചരിക്കുക, അങ്ങനത്തെ ഒരു മിത്രം എന്നാണ് നമ്മൾ ധരിച്ചെടുക്കണതേ. അങ്ങനെയല്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മിത്രഭാവേനയാണോ, അയാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ട്, എനിക്കുള്ളതുപോലെ തന്നെ എന്ന് മനസ്സിലാക്കിയിട്ടാണോ പെരുമാറുന്നത്? ഇതൊക്കെയാണ് നോക്കേ. എന്നോടും അതേപോലെ തന്നെ തുല്യതാഭാവം, സമചിത്തത, സമഭാവന ഇതൊക്കെ കാണിക്കുന്നുണ്ടോ? അതാ മിത്രത. അല്ലാണ്ട് കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഒപ്പം നടക്കണം അതല്ല മിത്രത. അതും മിത്രതയാണ്, അതേ ഉള്ളൂ. അപ്പോൾ മിത്രവഞ്ചന ചെയ്യാൻ പാടില്ല വെച്ചാൽ ഈ ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല എന്നാ കണക്കേ. അപ്പോൾ അതൊക്കെ ഈ ലക്ഷണശാസ്ത്രത്തിൽ കിട്ടും. നല്ല തിളങ്ങുന്നതായിട്ടുള്ള ഒരു കണ്ണുകളോട് കൂടിയിട്ട് ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സ്നേഹിതൻ വരാച്ചാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. സരസമായിട്ട് സംഭാഷണം ചെയ്യുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടേതായിട്ട് ദുഃഖങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് മറന്നു പോകും. നേരെ മറിച്ച് ഒരു കളവ് നോട്ടവും വക്രമുഖവും അങ്ങനെയൊക്കെ ആയാലോ, അതേപോലെ കാമുകന്മാർ കാണുമ്പോൾ, അതേപോലെ ശത്രുക്കളെ കാണുമ്പോൾ നമ്മുടെ ഭാവം കണ്ണൊക്കെ ചുവന്ന് ഇങ്ങനെയൊക്കെയാണല്ലോ. അതേപോലെ ഈ ശാസ്ത്രജ്ഞാനം, ശരീരശാസ്ത്രം, നിമിത്തശാസ്ത്രം ഇതൊക്കെ നല്ലോണം അറിയണം എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതായിട്ടുള്ള അർജുനൻ ഇതൊക്കെ നല്ലോണം കണ്ടുപഠിച്ചു. അപ്പോൾ ആരായി വന്നത് എന്നൊക്കെ മനസ്സിലാക്കി എന്നാണ്. ശാസ്ത്രത്തെ ചിന്തിച്ചു പാർത്ഥൻ ഗുരുവെയും, കൊല്ലാൻ വരും ശത്രു ചാവണം നമ്മളാൽ, വില്ലെടുത്തു ശരം വെച്ചു തൊടുക്കുവാൻ, അപ്പോഴേക്കും ശിവനെത്തി സദ്രക്ഷകൻ. ഗൗരിയും ഭൂതഗണങ്ങളും വേടനായി ശംഭുവും വില്ലും ശരവുമായി, ആവനാഴി വെള്ള വസ്ത്രം അരയിലും വസ്ത്രഖണ്ഡ് കൊടി വേഷം ഒരേ തരം. മൂക്രയിട്ടോടുന്ന പന്നിയെ കണ്ടവർ ശബ്ദത്താൽ പർവ്വതം പോലും വിറച്ചുപോയി. അർജുനൻ ചിന്തിച്ചു, രുദ്രനല്ലേ അത്, പന്നിയെ കൊല്ലാതെ നിൽക്കുന്നതെന്തിഹ. അപ്പോൾ അത് മഹാദേവനാണ് എന്ന് അർജുനന് സംശയം തോന്നിയെന്ന. നന്മ ചെയ്യും ശിവൻ എന്നോർത്തു പാർത്ഥനും വന്ദിച്ചു വ്യാസനെ കൃഷ്ണനെയും തഥാ. മംഗളം ചെയ്യും സുഖം തരും രുദ്രനെ, മുക്തിധനെ സ്തുതി ചെയ്തു വിനീതനായി. ദുഃഖത്തെ തീർക്കും ശിവനാമം ചൊല്ലുകിൽ, കർമ്മത്താൽ ദുഃഖം വരും അതും നീക്കിടും. തീർത്താൽ ഒടുങ്ങാത്ത പ്രാരബ്ധമെത്തുകിൽ, ഏറ്റം കുറച്ചേ ഭുജിച്ചിടൂ ശങ്കരൻ. ഇതൊക്കെ അർജുനന്റെ ജ്ഞാനാണ്. എന്തിനു ശിവനാമം ജപിക്കണം? നമശിവായ എന്തിനു ജപിക്കണം? പ്രാരബ്ധം തീർന്നു കിട്ടും, അതാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടും, അതാണ്. പിന്നീട് ശാശ്വത സൗഖ്യം തരും ശിവൻ, ശംഭു വിഷത്തെ അമൃതാക്കി മാറ്റിടും. മൂലോകഭക്തർക്ക് നൽകും സ്ഥിരം സുഖം, രുദ്രേച്ഛ ആർക്കും തടുക്കുവാനൊത്തിടാം. ലക്ഷ്മി വരും പോകും മൃത്യു ഭവിച്ചിടും, നിന്ദാ പ്രശംസകൾ ഗൗനിക്കില്ല ശിവൻ. പാപങ്ങൾ തീർക്കും ലയം തരും ഈശനിൽ, പക്ഷേ ചിലപ്പോൾ പരീക്ഷിക്കും ശങ്കരൻ. തീയിലിട്ടു സ്വർണ്ണ ശുദ്ധി ചെയ്യുന്ന പോൽ കഷ്ടപ്പെടുത്തുന്നു പുണ്യം ലഭിക്കുവാൻ. ശുദ്ധനാവാൻ ശിവമാർഗം ചരിക്കണം, സദ്ഗുരു ചൊന്നപ്പോൾ ചെയ്തു നേടും ഫലം. അപ്പോഴേക്കും പന്നി എത്തി നരനുടൻ, അസ്ത്രമേതു ഒപ്പം രുദ്രനും പന്നിമേൽ. രുദ്രാസ്ത്രം പിന്നിലും പാർത്ഥാസ്ത്രം മുന്നിലും കൊണ്ടപ്പോൾ സൂകരൻ ചത്തുപോയി മുക്തനായി. ആ അസുരൻ ചത്തു, പക്ഷെ ഇത് ആരായത് എന്നുള്ള തക്കായി. പുഷ്പവൃഷ്ടി ചെയ്തു വാഴ്ത്തി സുരരുടൻ, ഗന്ധർവ ഗാനവും ദേവസ്ത്രീ നൃത്തവും, വേദസ്തുതി ദ്വിജർ വാദ്യഘോഷങ്ങളും കേൾക്കവേ കണ്ടു അതിഭീമൻ പന്നിയെ. അത്ഭുത രൂപത്തിൽ വന്നൊരു ദൈത്യനെ കൊല്ലുവാൻ സാധിച്ചത് എൻ്റെ ശിവകൃപ. താപസൻ എന്നെ കൊണ്ടിങ്ങനെ ചെയ്യിച്ച
ശങ്കര പാഹി മാം ഗൗരീപദേ വിഭോ. നന്ദീശ്വരൻ ചൊല്ലി കേൾക്കൂ സനകരെ, ഭക്തവാത്സല്യം തുളുമ്പും ശിവകഥ. പന്നിയിലേറ്റ ശരമെടുക്കാൻ ശിവൻ കിങ്കരനെ വിട്ടു ഒപ്പമെത്തി നരൻ. അർജുനൻ ശുണ്ഠിയെടുത്തു നരനോട്, എൻ്റെ ശരമിത് എന്നോതി എടുത്തത്. കിങ്കരനോതി ഇതൻ സ്വാമി വിട്ടത്. രണ്ടാളും തമ്മിൽ കലഹിച്ചു കഷ്ടമായി. ശിവൻ നേരിട്ടല്ല തർക്കിച്ചത്, ശിവന്റെ ഒരു ഭൂതഗണത്തിനെ വിട്ടു ഈ അമ്പെടുക്കാൻ പന്നിയുടെ ദേഹത്തിനെ. ശ്രീ മഹാദേവി നമഃ. ശിവപാർവതിമാരെ ശരണം. അർജുനൻ ചൊല്ലി നീ ധിക്കാരം കാട്ടുകിൽ, സ്വാമിയും നീയും അനുഭവിക്കും ഫലം. എൻ്റെ പേർ കാണൂ ശരത്തിലെ മുദ്രയാൽ, പിന്നെങ്ങനെ നീ ചതിക്കും അവിദ്യയാൽ. അപ്പോൾ ശിവഭടൻ ചൊല്ലി ഹസിച്ചുടൻ, താപസാ നിന്റെ തപഫലം നഷ്ടമായി. ചൊല്ലി അസത്യം കപടവാദം ചതി, ധിക്കാരി നീ എൻ്റെ സ്വാമിയെ കാണണം. എൻ്റെ സൈന്യം ബൃഹത്ത് നായകൻ ഈശ്വരൻ, നിഗ്രഹ അനുഗ്രഹം ചെയ്യും സദാശിവൻ. ബാണം നിനക്കേകും ചോദിക്കുകിൽ ശിവൻ, കാമതൻ മോക്ഷതൻ നിന്റെ ഹിതങ്കരൻ. നിന്റെ തപസ്സിൻ ഫലം കളയാതെ നീ, കോപം അസത്യം കൃതഘ്നത വഞ്ചന ധിക്കാരമെന്നിവ തീർത്തും വിടൂ മുനെ. നിന്നെ രക്ഷിക്കാനായി കൊന്നില്ലേ പന്നിയെ. അപ്പോൾ ഇത് മഹാദേവനാണ് കൊന്നത് എന്ന് അങ്ങനെ സ്വാമി കൊന്നു എന്നേ പറഞ്ഞുള്ളൂ, മഹാദേവനാന്ന് പറഞ്ഞില്ല. എന്നെ രക്ഷിക്കാനാണ് എന്നെങ്കിലും നീ കണക്കാക്കൂ എന്നാണ്. ബാണമെടുക്കാൻ അനുവദിക്കൂ ഭവാൻ, ഭൃത്യന്റെ ജോലി ഞാൻ ചെയ്യട്ടെ ഭംഗിയായി. ഒന്നല്ല അനേകം ശരം തരും പോരു നീ, സ്വാമിയെ കാണൂ നമിക്കൂ മഹേശനെ. മഹേശനാണെന്ന് പറഞ്ഞു, ശിവനാണ്. ചെന്ന് നമസ്കരിച്ചോളൂ. നിന്നുടെ ചാബല്യം തീർത്തും ക്ഷമിച്ചിടും എന്നു കേട്ടു പാർത്ഥൻ നിന്ദിച്ചു ഭൃത്യനെ. വേടാ നീ എന്നെ അറിയില്ല സ്വാമിയും, നിന്നോട് യുദ്ധം ഞാൻ ചെയ്യില്ല ദുർബല. സിംഹം കുറുക്കനെ ആട്ടിയോടിച്ചിടും, പോക നിൻ സ്വാമിക്കരികെ ഭയം വിടാൻ. യുദ്ധത്തെ ചെയ്യുവാൻ നിൽക്കാതെ കിങ്കരൻ രുദ്രനോടോതി ധനഞ്ജയ വാക്കുകൾ. അപ്പോൾ കിരാതൻ ചിരിച്ചോതി ഇങ്ങനെ, സന്ദേശം കേൾപ്പിക്കൂ വീട്ടിലേക്ക് ഓടുവാൻ. സോദരർ ദുഃഖിതർ ഭാര്യയും ദുഃഖിത, ഓടിയില്ലെങ്കിൽ നീ ഭൂമിയെ വിട്ടിടും. അർജുനനാണ് നിങ്ങട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ദൂതനോട് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പറഞ്ഞോളൂ, എൻ്റെ സഹോദരന്മാർ 4 പേരുണ്ടല്ലോ, അവർ ദുഃഖിക്കും, ഭാര്യയും ദുഃഖിക്കും കേട്ടോ, കാരണം എന്നെ ഞാൻ കൊല്ലും. ഇതാണ്. അപ്പോൾ കിരാതൻ ചിരിച്ചോതി ഇങ്ങനെ, സന്ദേശം കേൾപ്പിക്കൂ വീട്ടിലേക്ക് ഓടുവാൻ. സോദരർ ദുഃഖിതർ ഭാര്യയും ദുഃഖിത, ഓടിയില്ലെങ്കിൽ നീ ഭൂമിയെ വിട്ടിടും. ദൂതനായി കിങ്കരൻ ചൊല്ലി ഇതൊക്കെയും, അപ്പോൾ നരൻ ചൊല്ലി കാര്യമായി വാക്കുകൾ. നിൻ സ്വാമി ചൊല്ലിയ പോലെ ഞാൻ ചെയ്യുകിൽ, ഞങ്ങൾ അപമാനം നേരിടും നിശ്ചയം. വംശം ദുഷിച്ചുപോയി എന്നോതും സോദരർ, ദുഃഖിക്കും സോദരർ കീർത്തി നശിച്ചിടും. എൻ വിദ്യ നഷ്ടമായി ഞാനും അലഞ്ഞിടും, സിംഹം കുറുക്കനെ പേടിക്കുമോ ഭടാ. ഞാൻ ഇപ്പം തിരിച്ചു ഓടിയാൽ എന്നെ സഹോദരങ്ങൾ കളിയാക്കയ്യ, ഭാര്യയുടെ മുമ്പിൽ ഞാൻ വീര്യം ഇല്ലാത്ത ഒരാളായിട്ട് മാറും. അപ്പം അതുകൊണ്ട് അതൊന്നും പറ്റില്ല, വേണച്ചാൽ യുദ്ധം ചെയ്യാൻ വന്നോട്ടെ, എനിക്ക് വിരോധമില്ല, ഞാൻ അർജുനനാണ്. വേടനെ രാജൻ ഭയക്കില്ലൊരിക്കലും എന്നറിയിക്കാൻ പറഞ്ഞു ധനഞ്ജയൻ. ഇങ്ങനെ കേട്ടത് കേൾപ്പിച്ചു രുദ്രനെ. അപ്പോൾ ശിവൻ സേനയൊത്തെത്തി നേരിടാൻ. അർജുനൻ അപ്പോൾ ശിവനെ വന്ദിച്ചുടൻ യുദ്ധത്തിനായി ചെന്നു കാണിച്ചു വീര്യവും. ക്ഷാത്രവീരത്തോടെ ചെയ്തുള്ള പോരിതിൽ വില്ലുമമ്പും മറ്റ് ആയുധമൊക്കെയും നന്നായി പ്രയോഗിച്ചു ദ്വന്ദ്വയുദ്ധത്തിലും. രുദ്രനെ ധ്യാനിച്ചു കാൽ പിടിച്ചർജുനൻ. വട്ടം ചുഴറ്റി തലയ്ക്കുമീതെ നരൻ ലീലയാ നിന്നു കൊടുത്തു മഹേശ്വരൻ. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഈ വന്നയാള് മഹേശ്വരനാന്ന് മനസ്സിലാവണില്ല, പക്ഷെ എപ്പോഴും മഹാദേവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എപ്പോഴെപ്പോഴും മഹാദേവനെ സ്മരിച്ചുകൊണ്ടാണ് ഈ കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനോട് യുദ്ധം ചെയ്യണത്. വേണ്ടത് കിരാതമൂർത്തിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക. ഇവിടെ മഹാദേവനോട് ഏറ്റി, എന്നിട്ട് വട്ടം ചുഴറ്റി. അപ്പോൾ അർജുനനെ മഹാദേവൻ പ്രദക്ഷിണം വെച്ച മട്ടായി കഥ. മഹാദേവൻ അതും ഒരു ലീലയായിട്ടെടുത്തു, അതാ രസം. ഭക്തപരാധീനൻ പാർത്ഥന്റെ വിക്രമം സ്വീകരിച്ചു മുതാ നൽകി അനുഗ്രഹം. ശ്രീ ശിവരൂപത്തിൽ പ്രത്യക്ഷനായി ഹരൻ, വിസ്മിതനായി നരൻ ശംഭുവല്ലേ ഇത്. വേദത്തിലോതിയ രുദ്രനെ കാണവേ പശ്ചാത്തപിച്ചു നമിച്ചു കൃതാർത്ഥനായി. മംഗളകാരി ശിവനെ ദ്രോഹിക്കയാതെ ശിക്ഷ ഞാനേതൊക്കെ തിന്നണം ഈ ഭുവി. അപ്പോൾ മഹാദേവനെ കണ്ടതോട് കൂടിയിട്ട് കാൽക്കൽ വേണ്ടി നമസ്കരിച്ചു. മഹാദേവനെ അത്രയും നേരം തപസ് ചെയ്യണതേ. അപ്പോഴാണ് മഹാദേവൻ ഇങ്ങനെയൊക്കെ ലീല കാട്ടിയത്. ഇത് എന്തിനാ ശിവ എന്നുള്ള മട്ടായി. ശംഭുവിൻ മായയിൽ പെട്ടു ഞാൻ ശങ്കര,
എന്തിനീ നാടകം കാട്ടി മഹാപ്രഭോ? എങ്ങനെ എങ്ങനെ ഞാൻ പാപമോചിതനായിടും? എന്നെ രക്ഷിക്കണേ, ചാബല്യം തീർക്കണേ. ദേവാധിദേവാദയാലോ മഹേശ്വര, എന്നുടെ തെറ്റു പൊറുക്കണേ ശങ്കര. മായയിൽ എന്നെ കൊടുക്കരുതേ പ്രഭോ, പൂജ ചെയ്യേണ്ട ഞാൻ എന്തു ചെയ്തു യുദ്ധം ഇഹ. അർജുനൻ കാലു പിടിച്ചു നമിക്കവേ, ആർദ്രമായി ചിത്തം ഉടനോതി ശ്രീ ശിവൻ. ദുഃഖം വിടൂ പാർത്ഥ എന്നുടെ ഭക്തൻ നീ, എന്റെ പരീക്ഷ ജയിച്ചു ഞാൻ തൃപ്തനായി. ഭൂതഗണങ്ങളെ കേൾപ്പിച്ചു പാണ്ഡവൻ, നമ്മുടെ ഭക്തർ മമ പ്രിയൻ അർജുനൻ. കൃഷ്ണ സഖാവ് സുഭദ്രാപതീവൻ, കുന്തിസുതൻ പാർത്ഥൻ കൃഷ്ണയ്ക്കു കാന്തനും. ഇങ്ങനെ ചൊല്ലി ശിവൻ വരം വാങ്ങുവാൻ അസ്ത്രപൂജ എനിക്കേറെ നൽകി സുഖം. എന്റെ ഇച്ഛ ഇത് ശത്രുജയത്തിനും, എന്തും തരാം നിന്റെ കീർത്തി വർദ്ധിച്ചിടും. അസ്ത്രങ്ങളാ വിട്ടത് പണ്ട് കാര്യമില്ല, അതൊക്കെ പാർവതി പുഷ്പങ്ങളാക്കി. അപ്പോൾ കോവളത്തിൻ്റെ ഒന്നിങ്ങനെ മേല് വരുന്ന രീതിയിലായിപ്പോയി ആ അസ്ത്രം വിട്ടത് മുഴുവനെ. അപ്പോൾ സന്തോഷമായി എന്ന് പറയാണ്. ഉണ്ടായിരുന്ന പരിഭ്രമം വിട്ടുപോയി ചൊല്ലി ശിവ ഭക്തവത്സലാപാഹിമാം. കാരുണ്യവാരിധേ കാക്കണേ ഞങ്ങളെ എന്നോതി വേദസ്തുതിയോതി അർജുനൻ. കൈലാസവാസിൻ സദാശിവവന്ദനം, പഞ്ചമുഖ നീലകണ്ഠ ജടാധര. ഗംഗാധര സദ്യോജാത നമോ നമ, ശംഭോ സഹസ്രപുരുഷ നമോസ്തുതേ. 10 കയ്യും 3 കണ്ണുമുള്ള വിഭോ, മുണ്ടമാല മാൻഡമരു കപാലവും, ശുദ്ധ സ്ഫടികം പോൽ കർപ്പൂരവർണ്ണവും, കാന്തിയും വെണ്മയുമുള്ള ശിവാനമ. കയ്യിൽ ത്രിശൂലം പിനാകം ശരങ്ങളും, ഭൂഷണമായി നാഗം അംഗത്തിലൊക്കെയും, ആനത്തോൽ വസ്ത്രം പുലിത്തോൽ അരയിലും, നന്ദീശ്വരൻ കാളവാഹനവും തഥാ. രക്തപാതൻ രക്തനേത്രൻ വിഭൂതിയെ, ദേഹം മുഴുവനും ലേപനം ചെയ്തൊരു ഗൗരീപദേ ഭൂതനാഥ ജഗൽപദേ. വിഘ്നേശൻ സ്കന്ദന്മാർക്കച്ഛനു വന്ദനം. നിർഗുണൻ നിഷ്കളൻ ഭക്തിതൻ മുക്തിതൻ, ഭുക്തിതൻ രൂപമില്ലാത്ത അഗോചരൻ, രൂപവാനാകും സകലൻ സഗുണനായി, ഇപ്പോൾ കിരാതനായി വന്നു വരം തരാൻ. ലീലയാ യുദ്ധം നടത്തുന്നു സാത്വികൻ, ആസുര ദുഷ്ടത തീർക്കുവാൻ രക്ഷകൻ. എന്നോടും സങ്കരം ചെയ്ത മഹേശ്വര, ചിദ്രൂപനാം ജഗദ്രൂപിക്കു വന്ദനം. ഈ അസുരന്മാരുടെ ആസുരഭാവത്തെ ഇല്ലാണ്ടേക്കാനാ ഭഗവാൻ യുദ്ധം ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അസുരനായോ? എന്നോട് യുദ്ധം ചെയ്തിട്ട് എൻ്റെ ഒരു മതം ഉണ്ടായിരുന്നു, ഒരു ഡംഭ്, അതിപ്പോൾ തീർത്തു. മഹേശ്വര അങ്ങയ്ക്ക് നമസ്കാരം കേട്ടോ. മൺതരിയും മഴത്തുള്ളിയും പോൽ തവ ലീലാഗുണങ്ങളെ എണ്ണാൻ കഴിയുമോ? ദീനനാഥ കാട്ടി തന്നില്ല വേദവും, പിന്നെങ്ങനെ ഞാൻ അറിയും മഹേശനെ? അങ്ങേ നമിക്കുന്നു എന്നെ രക്ഷിക്കണേ, ശത്രുഭീ തീർത്ത് ശരണം തരേണമേ. ഇങ്ങനെ കേട്ടോതി സുപ്രസന്നൻ ശിവൻ, പ്രീതൻ ഞാൻ നൽകാം വരം നിൻ തപസ്സിനാൽ. അപ്പോൾ ശിവനെ നമസ്കരിച്ചു നരൻ, ഗദ്ഗദ കണ്ഠനായി ചൊല്ലി ശിവാജയ. സാക്ഷിയായി വാഴുന്നു അന്തര്യാമി ഭവാൻ, സർവം അറിയുന്നു എങ്കിലും ചൊല്ലിടാം. ശത്രുക്കൾ ഞങ്ങളെ കാട്ടിലാക്കി വിഭോ, അങ്ങയെ കണ്ടപ്പോൾ ദുഃഖവും തീർന്നുപോയി. എങ്കിലും സിദ്ധി തരേണം ഈ ദുഷ്ടനെ, വെല്ലാൻ എനിക്കില്ല ശക്തി ജയിക്കുവാൻ. എങ്കിലും സിദ്ധി തരേണം ഈ ദുഷ്ടരെ, വെല്ലാൻ എനിക്കില്ല ശക്തി ജയിക്കുവാൻ. അവിടെ ദുര്യോധനാദികളെ എന്നുള്ള അർത്ഥത്തിലാണ് ദുഷ്ടരെ എന്ന് പറഞ്ഞത്. പാണ്ഡുസുതൻ വീണ്ടും കാൽ പിടിച്ചു മുത, തൊട്ടടുത്തായി നിലകൊണ്ടു വിനീതനായി. രുദ്രന്റെ ഭക്തനു തോൽവി ഭവിച്ചിട എന്നോർത്തു പാശുപതത്തെ നൽകി ശിവൻ. കൈകൾ ശിരസിൽ വെച്ചോതി ശിവൻ മുത, പാശുപതാസ്ത്രം അമോഘമാണ് മഹത്. എന്നും അജയ്യനായി വാണാലും അർജുന, രക്ഷകനായി സദാ കൂടെ ഞാൻ വന്നിടാം. ആത്മസ്വരൂപൻ ഞാനാകുന്ന കൃഷ്ണനെ, ആശ്രയിക്കൂ കാര്യം നേടിത്തരും ഹരി. രാജസുരക്ഷയ്ക്ക് ജ്യേഷ്ഠനൊപ്പം സദാ ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യണം ഫൽഗുന. ഇപ്പം യുദ്ധത്തിലൊക്കെ ഞാനൊപ്പം ഉണ്ടാവും. കൃഷ്ണനായിട്ട് എന്നെ കണ്ടോളൂ, അല്ലെങ്കിൽ കൃഷ്ണനെ ഞാനായിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ദുര്യോധനാദികളെ കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് മുഴുവൻ വധിക്കാൻ തരായതും. അർജുനൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടതും. പൗരരും ധാർമ്മികരായി മാറും സദാ, സൗഖ്യം ഭുജിക്കും നീ രാജ്യം ഭരിക്കവേ. ഇങ്ങനെ ചൊല്ലി മറഞ്ഞു സദാശിവൻ, രുദ്രനെ വീണ്ടും നമിച്ചു നരൻ സുധി. ജ്യേഷ്ഠർക്കടുത്തെത്തി ചൊല്ലി ധനഞ്ജയൻ, പാശുപത ലബ്ധി സർവരും തുഷ്ടരായി.
ദ്രൗപദി പൂജിച്ചു രുദ്രനെ കൂടുതൽ 12 കൊല്ലം കഴിച്ചു കൂട്ടിയവനെ. നിത്യവും പൂജയും ശുദ്ധിയുള്ള അന്നവും ശുദ്ധ ഹൃദയവും ആശ്രമശുദ്ധിയും ദാനാദി കർമ്മവും നിസ്സംഗം സേവനം സ്നേഹവിശ്വാസം വ്രതം ഉപവാസവും ചെയ്യവേ കൃഷ്ണന്റെ സാമീപ്യവും തഥാ വാക്കും അനുഗ്രഹം ഏറെ സഹായവും നേടി ശിവേച്ഛയാൽ സ്വർഗമായി കാനനം. ഇങ്ങനെ കേട്ടു കിരാത കഥ മുനി. സനകാദി മഹർഷിമാരെ നന്ദീശ്വരനിൽ നിന്ന് ഈ കഥകളെ മുഴുവൻ വിസ്തരിച്ച് കേട്ടു എന്ന് പറയാം. ഇങ്ങനെയുള്ള ആ കിരാതം കഥ. അതിനുശേഷം ഇനി 12 ജ്യോതിർലിംഗ അവതാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് നാളത്തെ ഇതിൽ കേൾക്കാം. ഇത് കുറച്ചൊരു വലിയ പ്രകരണമായതുകൊണ്ട് അത് ഒന്നിച്ചാണ്ട് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്തുതി ആസ്വദിച്ച് വായിക്കുകയെന്ന് വെച്ചാൽ അത് തന്നെ ഒരു അരമണിക്കൂറിലധികം വായിക്കാൻ പറ്റും. നല്ലോണം വീണത്തിൽ വളരെ സുന്ദരമായിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ പുസ്തകം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അത് വാങ്ങണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. എഴുതുമ്പോഴുള്ള സന്തോഷം, ഇപ്പോൾ വായിക്കുമ്പോഴുള്ള സന്തോഷം, വേഗം വേഗം വായിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ റഫാണ് ഞാൻ എഴുതിയത്, ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. എന്നിട്ടും അതിൻ്റെ ഒരു സുഖത്തെ അനുഭവിക്കണം. അത് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഈ ശിവ അനുഗ്രഹം, ശിവപാർവതിമാരുടെ അനുഗ്രഹം അത് എന്നും എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം ഹ്രീം ഹൗം നമ ശിവായ.